പോസ്റ്റൽ വോട്ടിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട്ടെ സർക്കാർ ഉദ്യോഗസ്ഥർ 8-ാം തീയതി വൈകിട്ട് 5 മണി വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം കിട്ടില്ല എന്നാണ് ആശങ്ക. 5 മണിക്ക് ശേഷം സമയം നീട്ടി നൽകണമെന്നും ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് KGOU കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. യഥാർത്ഥത്തിൽ ഈ പരിശീലനം നടക്കുന്ന സമയത്ത്, ഈ രണ്ടാമത്തെ പരിശീലന ക്ലാസ് നടക്കുന്ന ദിവസം ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ആളുകൾക്കൊക്കെ പരിശീലന ക്ലാസ് കഴിഞ്ഞ് വോട്ട് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കായിരുന്നു. 13 കോൺസ്റ്റിറ്റ്യുവൻസികളിലും വോട്ടുള്ള വോട്ടേഴ്സിന് 13 കോൺസ്റ്റിറ്റ്യുവൻസികളിലുള്ള വോട്ടേഴ്സിന് വേണ്ടി ഒറ്റ ബൂത്ത് മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും വോട്ട് ചെയ്യേണ്ടത് ഈ ഒരേ ബൂത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ക്യൂ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലെങ്കിലും ഒരു പരിധിവരെ അന്നത്തെ ക്യൂ കുറച്ചെങ്കിലും കുറയ്ക്കാനൊരു ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ അന്ന് വലിയൊരു ആൾക്കൂട്ടവും തിക്കും തിരക്കും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാഹിദ്, ഇന്നലെ റിപ്പോർട്ടർ ഈ വിവരം പുറത്തുവിട്ടിരുന്നു. ഇതിൽ കൂടുതൽ സമയപരിധി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും, എല്ലാവർക്കും വോട്ട് ഉറപ്പുവരുത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ 8-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുള്ള സമയം പര്യാപ്തമല്ല എന്നുള്ളതാണ് ഇപ്പോഴും സർവീസ് സംഘടനകൾ പറയുന്നത്. തീർച്ചയായും അതോ, കാരണം ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദിവസം, അതായത് 7-ാം തീയതി വരെ എന്നുള്ളത് 8-ാം തീയതിയിലേക്ക് മാറ്റി. പക്ഷേ അതിനപ്പുറത്ത് ഇനിയും കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കണം, ഒപ്പം ഇതിന് സമയം അനുവദിക്കണം എന്ന ആവശ്യമാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് 8-ാം തീയതി എന്ന് പറയുന്നത് ഈ വോട്ടിങ്ങിന്റെ സാധന സാമഗ്രികൾ കൈപ്പറ്റാനായിട്ട് ഉദ്യോഗസ്ഥർ എത്തുന്ന ദിവസമാണ്. ആ ദിവസം പുലർച്ചയോടുകൂടി ഉദ്യോഗസ്ഥർ അതാത് കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. പക്ഷേ ഈ സാധന സാമഗ്രികൾ വാങ്ങി തിരിച്ചു പോകാൻ ഒരു ബസ് ഉണ്ടാകും. ആ ബസ്സിൽ അതായത് ഒന്നിലധികം ആളുകളുണ്ടാവും. ആ ഘട്ടത്തിൽ ഈ ഒരാൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ ആ ബസ് കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ കാത്തു നിൽക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താൻ പറ്റില്ല എന്ന കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. മാത്രമല്ല, ചുരുങ്ങിയ ഈ വോട്ട് രേഖപ്പെടുത്താനുള്ള സ്റ്റേഷൻ മാത്രമാണ് അല്ലെങ്കിൽ കൗണ്ടർ മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് കൂടുതൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ അനുവദിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. നിലവിൽ ഏകദേശം 7ഓളം കേന്ദ്രങ്ങൾ അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അതിൽ കൂടുതൽ കേന്ദ്രങ്ങൾ അനുവദിക്കണം എന്ന ഒരു ആവശ്യമാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ആളുകൾക്ക് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തി അതാത് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല വിവരങ്ങൾ നൽകിയത്.